അങ്ങനെ എൻ്റെ കല്യാണ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ഒന്നിരിക്കുമ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് ബഹ്റൈനിൽ നിന്ന് വന്നു കേട്ടോ. ഞാൻ പിന്നെ പുറത്തേക്കൊന്നും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പുറത്തേക്കൊക്കെ എല്ലാവിടെയും പോകും. അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് എന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് കുറച്ച് ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഫസ്റ്റ് എന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. മീൻസ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ടതാണ് ഈ ആനേനെയൊക്കെ കണ്ടിട്ടൊരു വർഷത്തിന് മേലെയായല്ലോ. അപ്പം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അല്ലെങ്കിലും നമ്മൾക്ക് ആനേനെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തി കണ്ട ഒരാൾ കാത്തു നിൽക്കുന്നു. എപ്പോൾ പോവുകയാണെങ്കിലും വരാണെങ്കിലും നിൽക്കുന്ന ഒരാളാണ് അമ്മമ്മ. അമ്മയുടെ പൂക്കളം കണ്ടോ? ഇതിൽ നിന്ന് എന്ത് പോവാതിരിക്കാനാണ് ആ കുട വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും ഇപ്പോൾ ഈ പെട്ടി പതിവാണ്. ഒരു ലോഡ് സാധനങ്ങളുണ്ടാവും അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കല്യാണം കഴിഞ്ഞപ്പോൾ വന്ന ഓരോരോ മാറ്റങ്ങൾ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ കയറിയിട്ട് ആ റൂമിൻ്റെ കർട്ടനൊക്കെ തുറന്നിട്ടുള്ള പ്രഹസനം അതെനിക്ക് പതിവാണ്. അതെന്നെ ഇന്നും സംഭവിച്ചു. എന്നും ഞാൻ തന്നെ ചെയ്യും. ഒരു മടുപ്പും തോന്നാത്ത കാര്യമാണ്. മീൻസ് എനിക്കിവിടെ നിന്ന് കൊതി തീരും മുമ്പേ എന്നെ കല്യാണം കഴിച്ചു വിട്ടു ഗൈസ്. അതാണ് ഉണ്ടായത്. പിന്നെ കുറച്ച് ഇവിടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ രാത്രി ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ബഹ്റിനിൽ നിന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പിന്നെ പോകുന്ന വഴി ഇൻസ്റ്റാഗ്രാമിലൊരു റീലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പോട്ട് നോക്കി പോയി നമ്മുടെ പടിഞ്ഞാറേക്കോട്ട പോയി അവിടെ നിന്ന് കഴിച്ചതാണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴി പുഴയ്ക്കലെങ്ങാനും ചെന്ന് പെട്ടാൽ ഇതേപോലെ പെടും.